Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇത്രയും ദിവസം നമ്മൾ ചെയ്തത് എല്ലാം ചിക്കൻ റെസിപ്പീസ് ആണ്. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഒരു മീനിൻ്റെ വിഭവമാണെങ്കിൽ പോലും ഇന്ന് ചെയ്യാൻ പോകുന്ന കൊഞ്ചു വെച്ചിട്ടാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്, ഇല്ലയെന്ന് പറയാൻ ഒക്കുകയില്ല. എന്നാന്ന് വെച്ചാൽ ഇതും ഒരു തോരനും ഒരു പുളിശ്ശേരിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഒന്നും ചോറിന് ചോദിക്കുകയില്ല. അത്ര നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ് ഇത്. കൊഞ്ചും മാങ്ങായും കൂടെ ഇട്ടുള്ളൊരു കറിയാണ് വെക്കാൻ പോകുന്നത്. ഭയങ്കര പക്ക നാടൻ ഒരു ഭക്ഷണമാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ നല്ല ചൂട് ചെമ്പാവരി ചോറ് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. എന്നൊക്കെ വേണ്ടിയെന്ന് നോക്കിയേ. കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വറ്റൽമുളക്, സവാള വേണമെങ്കിൽ മതി, ഇനി അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇത് വെറും ഓപ്ഷനിലാണ്. ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലർക്ക് കൊഞ്ചുകറി വെക്കുമ്പോൾ സവാള മസ്റ്റായിട്ട് പറയാറുണ്ട്, പക്ഷേ ഞാൻ അത് ഓപ്റ്റ് ചെയ്യില്ല. പക്ഷേ വേണ്ടിയവർക്ക് ഇടാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, ടൊമാറ്റോ, ഉലുവ, ഉപ്പ്, കൊടംപുളി. ഇതും വേണമെങ്കിൽ മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ മാങ്ങയുടെ പുളി നോക്കി വെച്ച് വേണം ഈ പുളി ചേർക്കാൻ. പച്ചമുളക്, പച്ചമാങ്ങ, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കൊഞ്ച്, മല്ലിയില, കട്ടിക്ക് കുറച്ച് തേങ്ങാപ്പാൽ. ഇതൊരു നാടൻ വിഭവമായതുകൊണ്ട് ചട്ടിയിലാണ് വയ്ക്കാനുള്ളത്. പക്ഷേ ഞാൻ ഇനി ഒരു പുതിയ ചട്ടി മേടിച്ചാലേ എൻ്റെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, പാനിലാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനുണ്ടാക്കേണ്ടത് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കാനുള്ളത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് ഇതിനകത്തോട്ട് ഒരു 3-4 മണി ഉലുവ, കടുക് ഇടുകയില്ല, ഉലുവ ഒന്ന് നല്ലതായിട്ട് എണ്ണ ചൂടായിട്ട് ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങി കഴിയുമ്പോൾ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെക്കുന്ന ഏറ്റവും നല്ലത്. പച്ചമുളക് ഇട്ടേച്ച് ഇത് നല്ലതായിട്ട് ഒന്ന് വഴറ്റുക. ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ സവാളയെക്കാട്ടിലും. പിന്നെ ഈ പറഞ്ഞ പോലെ സവാള ഇടണം എന്ന് തോന്നുവാന്നേൽ ഈ സമയത്ത് ഒരു 2 സവാള ഇടുന്നതുകൊണ്ടും കുഴപ്പമൊന്നും. ചെറിയ ഉള്ളിയും പച്ചമുളകും ഉലുവായും ഇതെല്ലാം ഒന്ന് നല്ലോണം ഉലുവ പൊട്ടിയേച്ച് ഇത് നല്ലോണം ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മണം വരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇടണേ. നാടൻ വിഭവങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കറിവേപ്പിലയ്ക്കാണ് സ്ഥാനം കൂടുതൽ. ഇതും നല്ല അസലായിട്ടൊന്ന് വഴറ്റണം. നല്ല വഴന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു, എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഉള്ള ഒരു കാര്യമാണ്, വഴന്നില്ലെങ്കിൽ പച്ചച്ചോവ ചോദിക്കുവേ. അന്നേരം ആ പച്ചച്ചോവ ചോദിച്ചാൽ ഒന്ന് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻറ്റും നല്ലോണം വഴറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഏതാണോ നല്ലോണം വഴങ്ങാത്തത് അത് ആ കറിയിൽ ലാസ്റ്റ് വരെ ഉണ്ടാവും. അത് ഞാൻ എപ്പോഴും പറയുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ധൃതി കൂട്ടിയേച്ച് കറി ചെയ്യരുതെന്ന് പറയാനായിട്ടാണ്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഓരോ ഇച്ചിരി പൊടികളെല്ലാം ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. മുളക് പൊടി 2 സ്പൂൺ ആകുന്നതിൽ മല്ലിപ്പൊടി 1 സ്പൂൺ.
ഇതൊരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ വലിയ താമസമൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചട്ടിയാണേലും ഇച്ചിരി ചൂടായിരിക്കുമല്ലേ, അപ്പോൾ ഈ പൊടിയൊക്കെ മൂക്കാനായിട്ട് അധികം നേരം വേണ്ട. ഒത്തിരി സമയം എടുത്തിട്ട് അങ്ങോട്ട് അതിനെ എന്താ പറയുക മൂപ്പിച്ച് കഴിഞ്ഞാൽ ഒരു കരിച്ചോവ് വരുവേ. ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പ്. ഈ അരപ്പൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മൾ ശരിക്കും പച്ചമാങ്ങയും കൊഞ്ചും കൂടി ഇട്ടാണ് വെക്കുന്നത്. അന്നേരം ഈ പച്ചമാങ്ങയ്ക്കുള്ള പുളി എന്തോരം ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ പുളി ചേർക്കാവുള്ളൂ, അതായത് കുടംപുളി. ഇപ്പോൾ ഉപ്പ് ചേർത്തു, നമ്മൾ എരിവായി, ഇനി പുളിയായി. ഈ പുളി ഒത്തിരി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്നാ ചെയ്യണം, നമ്മുടെ ഈ കൊഞ്ച് ഇതിനകത്തോട്ട് ഇടുക. കൊഞ്ച് ക്ലീൻ ചെയ്യുമ്പം എപ്പോഴും ശ്രദ്ധിക്കുക, അതിൻ്റെ നാര് മാറ്റണം. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലർക്കൊന്നും വയറ്റിൽ പിടിക്കുകയില്ല, വയറുനോവെല്ലാം ഉണ്ടാവുമേ. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക, നല്ലതായിട്ട് വേണം കൊഞ്ച് എപ്പോഴും ക്ലീൻ ചെയ്യാനായിട്ട്. ഇനിക്കാട്ടിലും എളുപ്പമുള്ളൊരു വിദ്യയുണ്ട്. എന്നാണെന്നറിയാമോ, ശരിക്കും ഈ ചെറിയ ഉള്ളി ഞാൻ ചേർത്തേക്കുന്ന എല്ലാ സാധനവും, അതായത് ഉലുവ ഒഴിച്ച് ബാക്കി എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ചട്ടി വെച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്നാ ചെയ്യണം, കടുക് വറുത്തൊഴിക്കുന്നതും ഒരു എളുപ്പ വഴിയാണ് ചെയ്യുന്നത്. ഇതിനകത്തോട്ട് ഒരു കുറച്ച് ടൊമാറ്റോ, മാങ്ങയുടെ പുളിയുണ്ട്, അതുകൊണ്ട് ടൊമാറ്റോ ഒരുപാട് വേണ്ട. എല്ലാവരും പറയും കൊഞ്ചിന് ഒരു ഇച്ചിരി വേവ് കുറവുള്ള ഒരു മീനാണ്. പക്ഷേ ഞാൻ പറയുന്നത്, എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ കൊഞ്ച് എപ്പോഴും ഈ കട്ടിയായിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അത് ഇച്ചിരി സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഇഷ്ടമേ. അതുകൊണ്ട് എന്നാ ചെയ്യണം, ഞാൻ ശരിക്കും പറഞ്ഞാൽ കൊഞ്ചൊക്കെ നല്ലോണം വേവിക്കും. സാധാരണഗതിയിൽ എല്ലാവരും ഈ മാങ്ങ ഒന്ന് വെന്തതിന് ശേഷമേ കൊഞ്ചിടത്തുള്ളൂ. പക്ഷെ ഞാൻ ആദ്യമേ ഇട്ട എന്നാന്ന് വെച്ചാൽ കൊഞ്ച് നല്ലതായിട്ട് ഇതെന്തായാലും ഉടഞ്ഞു പോകുന്ന ഒരു മീനല്ല. അന്നേരം എന്നാ ചെയ്യണം, കൊഞ്ച് ആദ്യമേ ആ മാങ്ങ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങ് കൊഞ്ചിട്ട് കഴിയുമ്പോൾ രണ്ടിൻ്റെയും വേവ് ഒന്നായി തന്നെ വരത്തുള്ളൂ. ഒരുപാടല്ല, പക്ഷെ എന്നാൽ മാങ്ങ ഉടഞ്ഞു പോകാനും പാടില്ല. ഈ കൂട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങാപ്പാലും കൂടെ ഇതിനകത്തോട്ട് അങ്ങ് ഒഴിക്കണം. ഈ സമയത്തിൻ്റെ ഉപ്പ്, എരിവ്, പുളി എല്ലാം. പുളി പക്ഷേ അറിയാൻ ഒക്കത്തില്ല. എന്നാന്ന് വെച്ചാൽ ഇത് തിളച്ച് കഴിഞ്ഞാലേ പുളി, ആ മാങ്ങയൊന്ന് വെന്തതിന് ശേഷം മാത്രമേ പുളി അറിയത്തുള്ളൂ. ഉപ്പും എരിവും അനുസരിച്ച് കൂട്ടിക്കൊള്ളുക. എരിവും ഒരു പരിധിക്ക് വരെ അറിയാൻ പറ്റും. കാരണം പച്ചമുളക് ഒന്ന് വെന്ത് അതിൻ്റെ ആ എരിവ് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ എരിവ് അറിയാനൊക്കത്തുള്ളൂ. പക്ഷേ ഇത്രയും ചേർത്തപ്പോൾ തന്നെ ഈ മീനിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, ഈ മണം തന്നെ ഭയങ്കരമായിട്ട് ശരിക്കും ഒരു ചൂട് ചോറും കൂടെ ആലോചിക്കുമ്പോഴേ കൊതി വരുന്ന ഒരു സത്യമാണ്. എന്നും പറഞ്ഞ് ഞാൻ ഈ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊതി വിട്ടു എന്ന് പറയരുത്. കാര്യം ഒരു എന്താ പറയുക, ഒരു ഡിഷിന് എപ്പോഴും നല്ലൊരു മണം വരുമ്പോഴാണ് നമുക്ക് അതിനെപ്പറ്റി അതിനോടുള്ള ആകർഷണവും അത് കഴിക്കാനുള്ള ഇഷ്ടവും നമുക്ക് ഉണ്ടാവുക. അതുകൊണ്ട് പറഞ്ഞതാ. ഇനി ഇതിന് വേറെ പ്രത്യേകിച്ച് പരിപാടികൾ ഒന്നുമില്ല. കടുക് വറുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കടുകും വറ്റൽമുളകും ഒഴിച്ചിട്ട് കടുക് വറുക്കാം. കടുക് വറുത്താൽ കുറച്ചുകൂടി ഒരു നല്ല മണം വരും. അതല്ല ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ ചാറ് നമ്മുടെ കണക്കനുസരിച്ച് ഇത് വെന്ത് കുറച്ചൊന്ന് വറ്റുമ്പോൾ ഇച്ചിരി കൂടി ചാറ് വേണം തോന്നുവാണെങ്കിൽ ഇച്ചിരി കൂടി കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചേച്ചാൽ മതി. അതല്ല നമുക്കിനി മെനക്കെടാൻ മേലാന്നുണ്ടെങ്കിൽ ആദ്യമേ എന്നാ ചെയ്യണം, ഒരു മുറി തേങ്ങ എടുത്തേച്ച് നല്ലതുപോലെ മഷി പോലെ ഒട്ടും തരിയില്ലാത്ത രീതിയിൽ അരച്ചെടുത്തേച്ച് ഇപ്പം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തില്ലേ, ആ സമയത്ത് ആ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അങ്ങ് ചേർത്താൽ മതി. അപ്പോൾ എന്നാണെന്നറിയോ, കറിക്ക് ഒരു കൊഴുപ്പും കിട്ടും, നല്ല ഒരു തിക്ക് ഗ്രേവി ആയിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിൽ നമുക്ക് കറിക്ക് ഇച്ചിരി ചാറ് കൂട്ടണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ തിക്നെസ് കുറയത്തുമില്ല. അതല്ല മിനിമം, അതായത് ഒരു അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഈ ഒരു പരുവ ഏറ്റവും നല്ലത്. കറി തിളച്ച് തുടങ്ങുമ്പോഴേ ആ ഒരു മണം നമുക്ക് നല്ലോണം അറിയാം കേട്ടോ, അതിൻ്റെ ആ രുചിയും. ഇനി ഇതിനകത്ത് കൊഞ്ചും
നമ്മുടെ മാങ്ങായും എല്ലാ അരപ്പും കൂടെ ഒരുമിച്ച് കിടന്ന് വെന്ത് തിളച്ച് നല്ലൊരു കൊഞ്ചുകറി ആവാനേ ഉള്ളൂ. ഇതിനകത്ത് ഒരു ഇഷ്ടവും കൂടെ വേണമെങ്കിൽ ചേർക്കാം. ഒരു ഇച്ചിരി മുരിങ്ങയ്ക്കായും കൂടെ ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലതാണ്, നല്ല ടേസ്റ്റുമാണ്. ഒന്നെങ്കിൽ നമുക്ക് മാങ്ങ ചേർക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ല മുരിങ്ങയ്ക്ക ചേർക്കണമെങ്കിൽ അങ്ങനെ. രണ്ടും ഉണ്ടെങ്കിലും തരക്കേടൊന്നുമില്ല, രുചിക്ക് കുറവൊന്നും വരികയില്ല. ഒരു പിടി ചോറ് കൂടുതൽ ഉണ്ണത്തേ ഉള്ളൂ.